കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ ഖരഭൂഷണ ത്രിശിരസുക്കളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു വിഷ്ണു രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമി ദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്നാണ് വിശ്വാസം. തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറു ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റ് ക്ഷേത്രങ്ങൾ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണിത്. തിരുവില്വാമല, കടവല്ലൂർ, തിരുവങ്ങാട് എന്നിവയാണ് മറ്റ് ശ്രീരാമക്ഷേത്രങ്ങൾ. ഗണപതി, ദക്ഷിണാമൂർത്തി, ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഹനുമാൻ, ചാത്തൻ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ. വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷമാണ്. മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ ദേവൻ അഥവാ തൃപ്രയാറപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ ശ്രീരാമസ്വാമി തന്നെയാണ്. ശ്രീദേവി ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ ദർശിച്ചാൽ ദുരിതങ്ങളും ദാരിദ്ര്യവും അകലുമെന്നാണ് വിശ്വാസം. അരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായി എത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാൻ ഇടത്തെയും വിഗ്രഹങ്ങൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ്. 4 ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകാപുരിയിൽ തെക്കേയറ്റത്തെ വേണുമന്ദ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ഭരതനെയും പടിഞ്ഞാറേ അറ്റത്തെ സുഗക്ഷ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ലക്ഷ്മണനെയും തെക്കേയറ്റത്തെ ലതാവേഷ്ട പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശത്രുഘ്നെയും പ്രതിഷ്ഠിച്ചു. കൂടാതെ ദ്വാരകാപുരിയുടെ ഒത്തുനടുക്ക് ഒരു മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർവികർ 3 ജന്മങ്ങളിൽ പൂജിച്ചിരുന്ന അതിദിവ്യച്ചത് ഭഗവത് പൂജ ഏറ്റുവാങ്ങിയ 5 വിഗ്രഹങ്ങൾ മാത്രമാണ്. അവയിലെ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗ ആരംഭത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയിൽ, എന്നാൽ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ അനേകകാലം കടലിനടിയിൽ തന്നെ കിടന്നു. ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടുപോയി. അവർ ഉത്തരവായി. ശ്രീരാമ വിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് ചെന്നിരുന്നത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ്. ഭരത വിഗ്രഹത്തിൽ നിന്നും വന്ന പ്രാവ് പുലയപനി തീർത്ഥക്കരയിലെ കൂടൽമാണിക്യത്തും, ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്തെ മൂഴിക്കുളത്തും, ശത്രുഘ്ന വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് കൂടൽമാണിക്യത്തിനടുത്ത് പായമ്മലിലും ചെന്നിരുന്നു. ഇവിടങ്ങളിലെല്ലാം തുടർന്ന് 4 മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നതിലൊന്നായ മീനൂട്ടിന് ഇവിടെ പ്രത്യേകം കടവുണ്ട്. ഈ കടവിൽ ഭക്തർക്ക് കുളിക്കാൻ അവകാശമില്ല. അതിന് പ്രത്യേകം കടവുകൾ അടുത്തുണ്ട്. പുഴയിൽ എണ്ണ, സോപ്പ്, ഷാമ്പു മുതലായവ തേച്ചു കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. കിഴക്കേ നടയിൽ തന്നെയാണ് ബലിക്കൽ പുരയും സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ വലിയ ബലിക്കൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. നല്ല ഉയരമുള്ള ബലിക്കലാണ് ഇവിടെ ഉള്ളത്. അതിനാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വിഗ്രഹം കാണാൻ കഴിയില്ല. ഐതിഹ്യപ്രകാരം ഇവിടെ ബലിക്കല്ല് നിൽക്കുന്ന സ്ഥലത്താണ് ശ്രീരാമ വിഗ്രഹത്തിലെ പ്രാവ് വന്നിരുന്നത്. അത് പ്രതിഷ്ഠ കഴിഞ്ഞുണ്ടായതാണെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ ഈ ബലിക്കല്ലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യം ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ ബലിക്കല്ല് ഉറപ്പിച്ചത് നാറാണത്ത് ഭ്രാന്തനാണെന്നും വിശ്വാസമുണ്ട്. ബലിക്കൽ പുരയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് വെടിപ്പുര സ്ഥിതി ചെയ്യുന്നു.